മാംസമടക്കമുള്ള ഭക്ഷണ മാലിന്യത്തിന്റെ ലഭ്യതയാണ് സമീപകാലത്ത് തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം. മാലിന്യ കൂമ്പാരം നാടെങ്ങും പെരുകുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളും നട്ടം തിരിയുകയാണ്. പ്രാകൃത രീതിയിലുള്ള അറവുശാലകളുടെ പരിസരങ്ങൾ തെരുവ് നായകളുടെ വിഹാരരംഗമാകുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ, കോഴിക്കോട്ട് നിന്ന് സാനിയോ മനോമി, കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. വെരി ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ. തെരുവ് നായകളുടെ ശല്യത്തെപ്പറ്റി, തെരുവ് നായകൾ ജീവൻ എടുക്കുന്നതിനെ പറ്റി, കടിച്ചു പരിക്കേൽപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ സ്ഥിരമായി ചർച്ച ചെയ്യും. അപ്പോൾ അതിൽ അധികൃതർ ഒന്ന് ഇടപെടും. പിന്നീട് വീണ്ടും പഴയപടി കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ വീണ്ടും തെരുവ് നായ കഴിക്കുന്നു, തെരുവ് നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിയുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സംവിധാനങ്ങളിൽ എവിടെയൊക്കെയാണ് സ്ഥിരമായി പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്? ഈ തെരുവ് നായകളുടെ ഇങ്ങനെയുള്ളൊരു വിഹാരം അതൊന്ന് പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായ നടപടി വേണ്ടത് അടിയന്തരമായി എവിടെയാണ് അർജുൻ? സുജ പാർവതി, വെരി ഗുഡ് ഈവനിങ്. കഴിഞ്ഞ കുറേ കാലമായി നമ്മളിത് പലതവണ ചർച്ച ചെയ്തതാണ്. പക്ഷേ അപ്പോഴും ഇത് ഒരു പരിഹാരമാകാതെ ഈ പ്രശ്നം തുടരുക തന്നെയാണ്. കൊച്ചി അടക്കമുള്ള നഗരങ്ങളിലടക്കം വലിയ തോതിൽ ഈ തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ്. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ തെരുവുനായ ശല്യം രൂക്ഷമാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ മിക്കയിടങ്ങളിലും സാധാരണ ആളുകൾ പോയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ തെരുവ് നായകളുടെ വിഹാര കേന്ദ്രമാണ്. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും റെയിൽവേ സ്റ്റേഷനുള്ളിലുമൊക്കെ തന്നെ ആളുകൾക്ക് ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ചർച്ചയായ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണ്, ഈ മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച തെരുവ് നായയല്ല, ഒരു വളർത്തുനായയാണ്. പക്ഷേ ഏതാണ്ട് 5 മണിക്കൂറിലേറെ സമയമാണ് ഒരു നഗരസഭയിൽ, ഒരു നഗരത്തിൽ വലിയ തോതിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയത് ഒരു നായ. രാവിലെ ഒരു കുട്ടികൾ മദ്രസയിലേക്കും ക്ഷേത്രത്തിലേക്കും അതോടൊപ്പം ട്യൂഷനും ഒക്കെ തന്നെ പോവുകയായിരുന്ന കുട്ടികളെയാണ് ഒരു നായ വന്ന് കടിക്കുന്നത്. ഏതാണ്ട് 5-6 കിലോമീറ്റർ പരിധിയിലൊക്കെ തന്നെ ഈ നായ സഞ്ചരിക്കുകയും കണ്ണിൽ കാണുന്നവരൊക്കെ തന്നെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. 5 കുട്ടികൾക്കാണ് ആദ്യം കടിയേൽക്കുന്നത്. പിന്നീട് സ്ത്രീകൾക്ക് കടിയേൽക്കുന്നു. ഇരുചക്ര വാഹനത്തിൽ വന്ന മറ്റൊരാൾക്ക് കടിയേൽക്കുന്നു. ഒരു പറമ്പിൽ ജോലി ചെയ്യുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്ക് കടിയേൽക്കുന്നു. ഇത്തരത്തിൽ ഏതാണ്ട് 8-9 പേർക്ക് ഈ ആക്രമണം നേരിടേണ്ടി വന്നു. തീർച്ചയായും അതൊരു വലിയ പ്രശ്നമാണ്. മൂവാറ്റുപുഴയിലാണ് 9 പേരെ നായ കടിച്ചതിനെ കുറിച്ച് അർജുൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. അത് വളർത്തുനായയാണ്. പേവിഷബാധ സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നഗരസഭ ഊർജിതമാക്കിയിട്ടുണ്ട്. നഗരത്തിലെ തെരുവ് നായകൾക്ക് വാക്സിനേഷൻ നൽകി തുടങ്ങി. 4 വാർഡുകളിൽ നിന്ന് പിടികൂടിയ നായകളെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. എന്തായാലും ആളുകൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക.